158 കോടി കുടിശ്ശികയുണ്ട്. അടച്ചില്ലെങ്കിൽ ഉപകരണങ്ങൾ തിരിച്ചടയ്ക്കും. മെഡിക്കൽ കോളേജുകൾക്ക് കത്തയച്ച് വിതരണക്കാർ. അതിനവിടെ എന്നുണ്ടായിട്ടേ തിരിച്ചെടുക്കാനുള്ളത്. അത് ചിലപ്പോൾ വിറ്റ് കാണും. ഈ ബിവറേജ് എന്ന വരുമാനം, ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം, അത് സർക്കാരിൽ നിന്നൊരു ഭാഗം പോകുന്നുണ്ട്. ബിവറേജിൽ നിന്ന് വരുമാനം, വേറെ ചില പലകളിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കിട്ടുന്നു. എന്നിട്ട് ഈ 158 കോടി കുടിശ്ശിക അടയ്ക്കാനില്ലേ? ബിവറേജിൽ നിന്നൊക്കെ മദ്യം മേടിച്ച് ആൾക്കാർ നശിക്കാനുള്ള സമയം. ഭയങ്കര വില കൂട്ടിയിരുന്നാലും എങ്കിലും കുടുംബം വിട്ടാലും ചില കുടിയന്മാർ അഡിക്റ്റായിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ പോയിരുന്നാലും നല്ലൊരു 100 കോടിക്ക് മുകളിൽ, ഒരു 6 മാസം കൂടി 100 കോടിക്ക് മുകളിൽ കാണും. എന്നിരുന്നാലും പല രീതിയിൽ നല്ല വരുമാനമുണ്ട്. എന്നാലും ഈ 158 കോടി വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ടേ, നാളെ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കേണ്ട ആൾക്കാർ, നമ്മളെ ശുശ്രൂഷിക്കേണ്ട ആൾക്കാരൊക്കെ പഠിക്കുന്ന സാധനം 158 കോടി കുടിശ്ശിക. അത് പകുതിയെങ്കിലും വെച്ച് അടച്ച് തീർക്കാൻ പാടില്ലേ? ഇത് അടയ്ക്കാതെ ആരും പൂഴ്ത്തി വെച്ചോണ്ടിരിക്കുക. സർക്കാർ എന്താണ് കാണിക്കുന്നത്? എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക അവിടെ? ആർക്കറിയാം എന്തൊക്കെയാണെന്ന്? അവിടെ ഒന്നും ഉപകരണങ്ങളൊന്നും ഉണ്ടല്ലോ, ചിലപ്പോൾ അതും മറച്ചു വെച്ചാണ്. എന്നിരുന്നാലും നമ്മളൊക്കെ നാളെ ശുശ്രൂഷിക്കാനുള്ള ആൾക്കാർ, അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ചെയ്യേണ്ട സർക്കാരിൻ്റെ കടമയാണ്. ഇതൊക്കെ വീണ ജോർജൊക്കെ അതൊക്കെ അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിൽ വീണ ജോർജൊക്കെ അതൊന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്താവോ ആവും.